നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 മെയ് 5 ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:20 വരെ രാജ്യത്താകമാനമുള്ള 800ഓളം മെഡിക്കൽ കോളേജുകളിലെ 1,10,000-ഓളം MBBS സീറ്റുകളുടെ പ്രവേശനം തീരുമാനിക്കുന്ന നീറ്റ് എക്സാമിന് ഇനി മണിക്കൂറുകൾ ബാക്കി. നമ്മൾ ഓരോരുത്തരും MBBS എന്ന സ്വപ്നം, ഡോക്ടർ എന്നുള്ള സ്വപ്നം, മനുഷ്യൻ്റെ വേദനകളെ മനസ്സിലാക്കുവാനും രാജ്യത്തെ സേവിക്കുവാനും ഒക്കെയുള്ള നമ്മളുടെ ദൃഢനിശ്ചയത്തിനനുസരിച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ കഠിന പ്രയത്നത്തിന് ശുഭപര്യവസായിയാകാൻ പോകുന്നു. കഴിഞ്ഞ കുറേ നാളുകളധികമായി നാം വളരെ നന്നായി NCERTയുടെ ചാപ്റ്ററുകളെല്ലാം പഠിച്ചു. ഓരോ തിയറി ക്ലാസ്സുകളും നമുക്ക് മനസ്സിലായി. അതിനനുസരിച്ചുള്ള പരീക്ഷകൾ നടന്നു, മോഡൽ എക്സാമുകളൊക്കെ നടന്നു. മാർക്കുകളുടെയും റാങ്കുകളുടെയും ഒക്കെ ഒരു വ്യത്യാസമൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നിരുന്നാൽ പോലും ആ ഓരോ പരീക്ഷകളിലും പലവിധ മാർക്ക് നേടിയവർക്കും ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടോ? നല്ല മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലൊരു ആശങ്കയാണ്, എത്രയായിരിക്കും എനിക്ക് ഇതിന് അനുസരിച്ച് കിട്ടുന്ന ഓൾ ഇന്ത്യ റാങ്ക്? ആ ഒരു സംശയം അവസാനിപ്പിക്കുവാനായിട്ട് 2023 ഓരോ മാർക്കിനും ഏത് ഓൾ ഇന്ത്യ റാങ്കാണ് ലഭിച്ചതെന്ന് ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും മെയ് 5 ഏറ്റവും നല്ലൊരു പെർഫോമൻസിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കോഴ്സും MBBSO, BDSO, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഏത് മേഖലയിലേക്കും നിങ്ങൾക്ക് സധൈര്യം കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആത്മപരിശോധനയ്ക്ക് ഇവിടെ ഇതാ സമയമായിരിക്കുന്നു. നിങ്ങളുടെ റാങ്കിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോളേജുകളിലെ പ്രവേശനത്തിന് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന മാർക്കുകൾ ധാരാളം മതിയാവില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. നീറ്റ് 2023 കിട്ടിയ മാർക്കും അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്കും പരിശോധിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും. നമുക്കറിയാം, 720 നീറ്റ് എക്സാം നടക്കുന്നത്. ഏതാണ്ട് 23,30,000-ഓളം കുട്ടികൾ എഴുതുന്ന ഈ പരീക്ഷയിൽ വളരെ നല്ല മാർക്ക് മേടിച്ചിട്ടും ഞാൻ ഒത്തിരി പുറകിലാണ് എന്നുള്ളൊരു മിഥ്യാധാരണ മാറ്റുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് റാങ്കിൻ്റെയും മാർക്കിൻ്റെയും ഒന്നും പ്രസക്തി ഈ ഒരു സമയത്ത് പ്രസക്തമല്ല എന്നറിയാം. എങ്കിൽ കൂടി തങ്ങൾ നിൽക്കുന്ന മണ്ണ് ഉറച്ചതാണെന്നുള്ള ഒരു ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശ്രമം. 720 കഴിഞ്ഞ വർഷം നമുക്കറിയാം 2 ഒന്നാം റാങ്കാണ് ഉണ്ടായിരുന്നത്. ഫുൾ മാർക്ക് 720 മാർക്ക് മേടിച്ച 2 കുട്ടികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഏതാണ്ട് 716 മേടിച്ചാണ് തൊട്ടടുത്തയാൾ 3-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏതാണ്ട് 20,22,000-ഓളം കുട്ടികളാണ് ഈ പ്രവേശന പരീക്ഷ എഴുതിയത്. അതിൽ 716 മാർക്ക് മേടിച്ച കുട്ടിക്കാണ് ഓൾ ഇന്ത്യ റാങ്ക് 3 കിട്ടിയത്. 715 എത്തിയപ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 19 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 712 എത്തിയപ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 20 എത്തിയിരിക്കുന്നു. ഈ ഒരു റേഞ്ചിൽ നമുക്ക് നോക്കിയാൽ കാണും, എയിംസ് ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജുകളിലും IISc ബാംഗ്ലൂരിലോ എവിടെ വേണമെങ്കിലും നീറ്റ് അനുസരിച്ച് പ്രവേശനം കിട്ടുന്ന എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു കിടക്കുന്നതാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. മലയാളികളുടെ അഭിമാന താരമാവുകയും പെൺകുട്ടികളിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത ആര്യയുടെ മാർക്ക് 711 ആയിരുന്നു. കേരളത്തിൻ്റെ 1-ാം റാങ്ക് കരസ്ഥമാക്കുകയും അതിലൂടെ ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയും ചെയ്യുന്ന ആര്യയ്ക്ക് കിട്ടിയത് 711 ആണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ആര്യയുടേത് 23 ആയിരുന്നു. 26-ാം ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് 711 മാർക്കാണ് കിട്ടിയത്. 710 എത്തിയപ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ജേക്കബ് ബിബിൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ഓൾ ഇന്ത്യ റാങ്ക് 50-നകത്ത് 710 മാർക്ക്, ഓൾ ഇന്ത്യ റാങ്ക് 50. എയിംസ് ഡൽഹിയിലൊക്കെ നമുക്ക് സധൈര്യം കടന്നു ചെല്ലാവുന്ന റേഞ്ചാണ് ഈ 710 ഓൾ ഇന്ത്യ റാങ്ക് 50 എന്ന് പറയുന്നത്. ജനറൽ വിഭാഗത്തിന് OBCയുടെയും EWSൻ്റെയും SCയുടെയും STയുടെയും ഒക്കെ സാധ്യതകൾ ഇനിയും ധാരാളം കിടക്കുന്നു. 705 മാർക്കിലോട്ട് എത്തിയപ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 172 എന്ന മാജിക് നമ്പറിലാണ് അപ്പോഴും. 703 എത്തുമ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 177 എത്തിയിരിക്കുന്നു. ഇപ്പോഴും എയിംസ് ഡൽഹി ഒഴികെയുള്ള ജിപ്മർ ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും, കോഴിക്കോടും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും നമ്മളുടെ പ്രവേശന സാധ്യതകൾ നിലനിൽക്കുന്നു. 700 എത്തുമ്പോഴേക്കും
324 ഓൾ ഇന്ത്യ റാങ്ക്. അതായത് ജിപ്മർ പോണ്ടിച്ചേരിയും ഓപ്പൺ കോട്ടയിൽ ഏതാണ്ട് MBBS പ്രവേശനം തീരുന്ന ഒരു കട്ട് ഓഫാണ് 700 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് ഡൽഹി ബേസിലുള്ള മൗലാന മെഡിക്കൽ കോളേജും ലേഡി ഹാർഡിൻ മെഡിക്കൽ കോളേജും ഗ്രാൻഡ് മെഡിക്കൽ കോളേജും സേത്ത് മെഡിക്കൽ കോളേജും ഒക്കെ, അല്ലെങ്കിൽ എയിംസിൻ്റെ ഭുവനേശ്വറും ഭോപ്പാലും ജോധ്പൂറും റായ്പൂരും ഋഷികേശും ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാർക്കിൻ്റെ റേഞ്ചാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 700 മാർക്ക് 324 ഓൾ ഇന്ത്യ റാങ്ക്, 695 മാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് 513, 690 മാർക്ക് 906. അതായത് ഓൾ ഇന്ത്യ റാങ്ക് 1000-നകത്ത് വരുമ്പോഴേക്കും 690 മാർക്ക് 720-ൽ നിന്ന് 30 മാർക്ക് കുറയുമ്പോഴാണ് ഓൾ ഇന്ത്യ റാങ്ക് 1000 എന്നുള്ള ആ നമ്പറിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഏറ്റവും ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ ഒരു ശൃംഖല ഈ ഒരു റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഓരോ സ്റ്റേറ്റുകളുടെയും ഏറ്റവും ടോപ്പുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രവേശന സാധ്യതകൾ വരുന്ന അടുത്ത റേഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ എയിംസ് ഡൽഹി കണ്ടു, ജിപ്മർ കണ്ടു, ഭുവനേശ്വറും ഭോപ്പാലും ജോധ്പൂറും ഋഷികേശും അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളും ഡൽഹി ബേസിലുള്ള ടോപ്പ് ലെവൽ മെഡിക്കൽ കോളേജുകളൊക്കെ കണ്ടെങ്കിൽ ഇനി നാം പോകുന്ന റേഞ്ച് എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ റേഞ്ചാണ്. 685 മാർക്കൊക്കെ എത്തുമ്പോഴേക്കും 1256 ഓൾ ഇന്ത്യ റാങ്ക്, 680 എത്തിയപ്പോഴേക്കും 1732 ഓൾ ഇന്ത്യ റാങ്ക്. എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോടും തിരുവനന്തപുരവും ഒക്കെ പ്രവേശനം കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാർക്കിൻ്റെ സ്കീമാണ്. അല്ലെങ്കിൽ ഇനി കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണെങ്കിലും ഏറ്റവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് കോളേജിലും കേരളത്തിൽ പ്രവേശനം കിട്ടുന്നൊരു റേഞ്ചാണ് 685, 680 എന്നൊക്കെ പറയുന്നത്. 675 വരുമ്പോഴും നമ്മൾ 2337 ഓൾ ഇന്ത്യ റാങ്ക് ആകുന്നുള്ളൂ. 670 3000 റാങ്കിനകത്ത് ഓൾ ഇന്ത്യ റാങ്കിൽ 20 ലക്ഷം കുട്ടികൾ എഴുതിയതിൽ 670 മാർക്ക് എത്തുമ്പോഴും നമ്മൾ 3000 റാങ്ക് എന്ന് പറയുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മേഖലയിലാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് തിരുവനന്തപുരവും കോഴിക്കോടും പോലെയുള്ള നമ്മുടെ ആഗ്രഹിക്കുന്ന ഏത് കോളേജുകളിലും പ്രവേശനം കിട്ടുന്ന ആ റേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റേഞ്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു 5-10 കോളേജുകളിൽ ഉറപ്പായിട്ടും പ്രവേശനം കിട്ടുന്ന ഗവൺമെൻറ് മേഖലയിൽ തന്നെ അല്ലെങ്കിൽ എയിംസിൻ്റെയൊക്കെ കോളേജുകളിൽ തന്നെ അടുത്ത ലെവൽ നിൽക്കുന്ന കോളേജുകളിൽ ഉറപ്പായിട്ട് പ്രവേശനം കിട്ടുന്ന മറ്റൊരു മേഖലയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. 665 ഒക്കെ എത്തുമ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 3876, 660 എത്തുമ്പോഴേക്കും 4813, 655 എത്തുമ്പോഴേക്കും ഏതാണ്ട് 5992 റാങ്ക് എന്ന് പറയുന്ന, അപ്പോഴും നമ്മൾ നോക്കൂ, നമുക്ക് 655 മാർക്ക് ഇട്ടുള്ളെങ്കിൽ പോലും ഓൾ ഇന്ത്യ റാങ്ക് അപ്പോഴും 6000-നകത്ത് നമ്മളുണ്ട്. 20 ലക്ഷത്തിൽ 6000-നകത്ത് അപ്പോഴും നമ്മളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ തവണ പോലെ നടന്ന ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിട്ട് പോലും നമ്മളുടെ റാങ്കിങ് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നോക്കുക. ഈ ഒരു റേഞ്ചിൽ എയിംസിൻ്റെ 20 മെഡിക്കൽ കോളേജുകളിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് പ്രവേശനം കിട്ടും. നാഗ്പൂരോ കല്യാണിയോ ഋഷികേശോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കിട്ടുന്ന, എയിംസ് മെഡിക്കൽ കോളേജ് കിട്ടുന്ന, അല്ലെങ്കിൽ ജിപ്മർ കരൈക്കൽ കിട്ടുന്ന, അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകൾ മധുര മെഡിക്കൽ കോളേജൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, മൈസൂർ മെഡിക്കൽ കോളേജൊക്കെ പോലെയുള്ള ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് നിൽക്കുന്ന കോളേജുകൾ ഇനി കേരളത്തിലാണെങ്കിലും നമുക്കറിയാം തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയവും തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ കിട്ടുന്ന ഒരു കംഫർട്ട് സോണിലാണ് ഈ 655 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്കോറിംഗ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുക. 650 റേഞ്ചിലേക്ക് എത്തുമ്പോഴും ഓൾ ഇന്ത്യ റാങ്ക് 7275 ആയിട്ടുള്ളൂ. 645 എത്തുമ്പോഴേക്കും 8690 ഓൾ ഇന്ത്യ റാങ്ക്. 640 എത്തുമ്പോഴേക്കും ഏതാണ്ട് 10000 ഓൾ ഇന്ത്യ റാങ്കിലോട്ട് എത്തിയിരിക്കുന്നു. നോക്കൂ, 640 എത്തുമ്പോഴും ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ നമ്മൾ 10000-നകത്താണ്. എത്രത്തോളം കംഫർട്ടാണ് ഈ ഒരു മാർക്കിംഗ് സ്കീമുകൾ എന്നുള്ളത് ഇപ്പോൾ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു റേഞ്ച് കിട്ടുന്ന മാർക്കുകാർക്കും ഇപ്പോഴും പേടിയാണ് ഗവൺമെൻറ് മേഖലയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. എന്നാൽ ഈ ഒരു റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കോളേജുകളിൽ പ്രവേശനം കിട്ടുന്ന ഒരു റേഞ്ചാണ്. അതോടൊപ്പം തന്നെ
നമുക്ക് കേരളത്തിൻ്റെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏത് മെഡിക്കൽ കോളേജിലും ഓപ്പൺ വിഭാഗത്തിൽ തന്നെ പ്രവേശനം കിട്ടുന്ന ഒരു റേഞ്ചാണ് ഈ ഒരു റേഞ്ച്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൻ്റെയൊക്കെ കർണാടകയുടെയൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു 10 കോളേജുകളിലെങ്കിലും പ്രവേശനം കിട്ടുന്ന റേഞ്ചാണ് 640. ഇതുകൂടാതെ OBC, EWS, SC, ST അങ്ങനെ ധാരാളം റിസർവേഷൻ അനുസരിച്ചൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 635 നമ്മുടെ നീറ്റിൻ്റെ സ്കോർ എത്തുമ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 12,000, 630 എത്തുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 14,000, 625 എത്തുമ്പോൾ 16,000 ഓൾ ഇന്ത്യ റാങ്ക്. ഒരു സെക്കൻഡ് റൗണ്ടിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഒരു 20,000 രൂപയ്ക്ക് താഴെ തന്നെ ഫീസ് സ്ട്രക്ചറിൽ വരുന്ന ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോണാണ് 625 മാർക്ക് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മുസ്ലിം റിസർവേഷനും ഈഴവ റിസർവേഷനും EWS റിസർവേഷനും ഒക്കെ വെച്ചിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ഒരു കംഫർട്ട് സോണാണ് 625 റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 625 മാർക്ക് ആയപ്പോഴും ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾ നോക്കൂ 16,000 ആയിട്ടേ ഉള്ളൂ. 620 റേഞ്ചിലോട്ട് എത്തുമ്പോഴേക്കും ഓൾ ഇന്ത്യ റാങ്ക് 18,700, 610 എത്തുമ്പോൾ 23,798. അതായത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 350ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയ ആ ഒരു കംഫർട്ട് മേഖലയാണ് 610 മാർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ റേഞ്ച് തന്നെ നമുക്ക് ഈ വർഷവും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ വരുന്ന, കൂടുതൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ വരുന്ന ഈ ഒരു വർഷം 2024 ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. 605 മാർക്കിലോട്ട് എത്തുമ്പോഴേക്കും 26,449, 600 മാർക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് 29,000 ഓൾ ഇന്ത്യ റാങ്ക്. 20 ലക്ഷം പേര് എഴുതുന്ന എക്സാമിലും നമ്മൾ 600 മാർക്കേ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ 29,000 ഓൾ ഇന്ത്യ റാങ്കിനകത്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. 590 മാർക്കിലോട്ട് വരുമ്പോഴേക്കും 35,000 ഓൾ ഇന്ത്യ റാങ്ക്, 580 വരുമ്പോഴേക്കും 42,000 ഓൾ ഇന്ത്യ റാങ്ക്, 570 നിൽക്കുമ്പോഴും 49,000 ഓൾ ഇന്ത്യ റാങ്ക്. അതായത് MBBSന് അപ്പുറത്ത് BDSൻ്റെയോ അഗ്രികൾച്ചറിൻ്റെയോ വെറ്റിനറിയുടെയോ ഏത് കോളേജിലും ഏറ്റവും നല്ല കോളേജിൽ പ്രവേശനം കിട്ടുന്ന, അല്ലെങ്കിൽ EWS കാറ്റഗറിയോ ലാറ്റിൻ കാത്തലിക്സിൻ്റെ കാറ്റഗറിയോ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലോ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ഒക്കെ ഏറ്റവും നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുന്ന ഒരു മേഖലയാണ് ഈ 570 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ESI IP കോട്ട വെച്ചൊക്കെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം കിട്ടുന്ന റേഞ്ചാണ് ഈ 570, 560 എന്നൊക്കെ പറയുന്നത്. 570 ആകുമ്പോൾ പോലും നോക്കൂ 50,000 ആകുന്നതേ ഓൾ ഇന്ത്യ റാങ്ക്. 570 മാർക്ക് 49,000, 50,000 അടുത്തോട്ട് റാങ്ക് എത്തുന്നതേ ഉള്ളൂ. 560 മാർക്കിലെത്തുമ്പോഴേക്കും 56,000 ഓൾ ഇന്ത്യ റാങ്ക്, 550 എത്തുമ്പോഴേക്കും 664,000 ഓൾ ഇന്ത്യ റാങ്ക്. ESI IP കോട്ടയൊക്കെ വെച്ചിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ESI IP MBBS സീറ്റ് കിട്ടിയ റേഞ്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ് BDS ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയ റേഞ്ച്, അല്ലെങ്കിൽ ആയുർവേദവും ഹോമിയോയും അഗ്രികൾച്ചറും വെറ്റിനറിയും ഒക്കെ ഏറ്റവും നല്ല കോളേജിൽ കിട്ടിയ ഒരു റേഞ്ച്, ഇതൊന്നുമല്ലെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന ഏത് കോളേജിലും പ്രവേശനം കിട്ടുന്ന ഒരു റേഞ്ചാണ് 560, 550 മാർക്കിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് MBBS നമ്മുടെ കേരളത്തിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പ്രവേശനം കിട്ടുന്ന വളരെ ഒരു കംഫർട്ട് സോണിലൂടെയാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. 540 എത്തുമ്പോഴേക്കും 72,000 ഓൾ ഇന്ത്യ റാങ്ക്. റിസർവേഷനൊക്കെ അനുസരിച്ച് ESI IP കോട്ട വെച്ച് MBBS സീറ്റ് ഗവൺമെൻറ് മേഖലയിൽ MBBS സീറ്റ് കിട്ടുകയും കേരളത്തിലെ 19 കോളേജുകളിൽ ഏറ്റവും താല്പര്യമുള്ള നിങ്ങൾക്കൊരു 10 കോളേജുകളിലൊക്കെ ആണെങ്കിൽ പോലും പ്രവേശനം MBBSന് ഉറപ്പാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് 540. ഇപ്പം മൈനോറിറ്റി കോട്ടയൊക്കെ ആണെങ്കിൽ, ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏറ്റവും നല്ല കോളേജുകളിൽ പ്രവേശനം കിട്ടുന്നതാണ്. 540 മാർക്കാവുമ്പോഴും ഓൾ ഇന്ത്യ റാങ്ക് 20 ലക്ഷത്തിൽ 72,000 മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. 530 മാർക്കാവുമ്പോഴേക്കും 81,000, 520 വരുമ്പോഴേക്കും 89,000, 510 എത്തുമ്പോഴാണ് ഏതാണ്ട് 1 ലക്ഷത്തിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് എടുക്കുന്നത്. നമുക്ക് 510 മാർക്ക് ഉള്ളെങ്കിൽ പോലും 20 ലക്ഷം കുട്ടികൾ എഴുതിയതിൽ ആദ്യത്തെ 1 ലക്ഷത്തിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നു. എത്രമാത്രം കംഫർട്ടാണ്. ഉറപ്പായിട്ടും കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ MBBS സീറ്റ് കിട്ടുന്ന ഒരു റേഞ്ചാണിത്. അത് നമുക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു?
അത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം മെയ് 5-ാം തീയതി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കാൻ. 500 മാർക്ക് എത്തുമ്പോഴേക്കും 1,09,000-ഉം 480 മാർക്ക് എത്തുമ്പോൾ 1,30,000-ഉം 450 മാർക്ക് എത്തുമ്പോൾ 1,62,000-ഉം അപ്പോഴും 1,62,000-ത്തിനടുത്താണ്. അതായത് കേരളത്തിൽ മൈനോറിറ്റി വിഭാഗത്തിലോ അല്ലെ റിസർവേഷൻ വിഭാഗത്തിലൊക്കെ ഒരു സെൽഫ് ഫിനാൻസിങ് MBBS ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു റേഞ്ചിലാണ്. അപ്പോഴും 1,62,000 മാത്രമേ ഓൾ ഇന്ത്യ റാങ്ക് ആയിട്ടുള്ളൂ. മാർക്ക് 450 മാർക്കേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കർണാടകത്തിലാണെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിലും നമുക്ക് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ MBBS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ BDS കിട്ടും. ആയുർവേദത്തിൻ്റെയും ഒക്കെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പ്രവേശനം കിട്ടുന്ന ഒരു കംഫർട്ട് സോണാണ് 450 മാർക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. EWS വിഭാഗത്തിലൊക്കെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് ഉറപ്പായിട്ട് കിട്ടുന്നതാണ് ഒരു 400 മാർക്ക് വരെ. 425 മാർക്കിൽ എത്തുമ്പോഴേക്കും നമുക്ക് 2 ലക്ഷത്തിൻ്റെ റാങ്കിന് അടുത്തോട്ട് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോഴും നോക്കൂ, 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയതിൽ 2 ലക്ഷത്തിൽ താഴെയാണ്. 425 മാർക്ക് കിട്ടിയപ്പോൾ പോലും നമ്മളുടെ റാങ്ക് 2 ലക്ഷം ആകുന്നതേ ഉള്ളൂ. 400 എത്തുമ്പോഴും 2,30,000 ആകുന്നതേ ഉള്ളൂ. അതായത് SC ST വിഭാഗത്തിനൊക്കെ MBBS സീറ്റുകൾ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ EWS വിഭാഗത്തിനൊക്കെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ MBBS സീറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ നമുക്കറിയാം. ഇപ്പം മണിപ്പാലിലൊക്കെയാണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടണമെങ്കിൽ ഒരു 530 മാർക്കൊക്കെയാണ് വേണ്ടത്. അമൃതയിലൊക്കെ വേണമെങ്കിൽ ഒരു 450 മാർക്കാണ് വേണ്ടത്. അതല്ലാത്ത ഡീംഡ് മെഡിക്കൽ കോളേജുകൾ 52 എണ്ണം ഉണ്ട്. ആ 52 മെഡിക്കൽ കോളേജ് JSSO, എനപ്പോയോ, നിറ്റിയോ, പ്രവരയോ പോലെയുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളൊക്കെ വേണമെങ്കിൽ MBBS സീറ്റ് കിട്ടുന്ന വളരെ കംഫർട്ടായിട്ടുള്ളൊരു മേഖലയാണിത്. അതല്ലെങ്കിൽ കേരളത്തിൽ NRI സീറ്റുകൾ ഏത് മെഡിക്കൽ കോളേജിലും 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ ഏത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലും NRI സീറ്റ് കിട്ടുന്ന ഒരു റേഞ്ചാണ് 400, 350, 300 മാർക്ക് എന്ന് പറയുന്നതുള്ളതും ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 400 മാർക്കാവുമ്പോൾ 2,30,000, 350 മാർക്കാവുമ്പോൾ 3,15,000, 300 മാർക്ക് എത്തുമ്പോൾ 4,20,000 റാങ്കേ ആകുന്നുള്ളൂ. 250 മാർക്കാവുമ്പോൾ 5,52,000-ഉം അതായത് ST വിഭാഗത്തിനൊക്കെ എവിടെയെങ്കിലും ഒരു MBBS സീറ്റ് കിട്ടുന്ന ഒരു റേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 200 എത്തുമ്പോഴേക്കും 7,18,000 PWD വിഭാഗമോ അല്ലെങ്കിൽ കേരളത്തിൽ NRI സീറ്റിലൂടെ MBBS സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ BDSന് 3,15 ലക്ഷം രൂപ മാത്രം ഫീസ് വരുന്ന സെൽഫ് ഫിനാൻസിങ് BDSന് പ്രവേശനം കിട്ടുന്ന അല്ലെങ്കിൽ 2 ലക്ഷം മാത്രം വരുന്ന ആയുർവേദം കിട്ടുന്നതൊക്കെ ഒരു റേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 200 മാർക്കാവുമ്പോഴും 7,18,000 ഓൾ ഇന്ത്യ റാങ്ക് വരുന്നുള്ളൂ. 150 മാർക്ക് നമ്മൾ കട്ട് ഓഫിലോട്ട് വരികയാണ്. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന കട്ട് ഓഫിലോട്ട് വരുമ്പോൾ 150 മാർക്കാണെങ്കിലും 9,40,000 റേഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. 130 മാർക്ക്, അതായത് മൊത്തം കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പകുതി കുട്ടികൾ മേടിക്കുന്ന മാർക്കിലെത്തുന്നു. 130 മാർക്ക്, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന മാർക്ക്. ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത് പോയൊരു MBBS പഠനം സാധ്യമാകണമെങ്കിൽ നീറ്റിൻ്റെ ഈ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 137 മാർക്കായിരുന്നു. മൊത്തം പരീക്ഷ എഴുതിയ 20,22,000 പേരിൽ പകുതി കുട്ടികൾ മേടിച്ച മാർക്കിനെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ NRI മേഖലയിലോ ഡീംഡ് മേഖലയിലോ മാനേജ്മെൻറ്റ് മേഖലയിലോ ഒക്കെ നമുക്കൊരു MBBSന് നമുക്ക് യോഗ്യതയുള്ളൂ. ജനറൽ വിഭാഗത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് പോയി MBBS പഠനം സാധ്യമാകണമെങ്കിലും നമുക്ക് ആ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കണം. അല്ല ഇനി SC ST വിഭാഗമോ അല്ലെങ്കിൽ മറ്റുള്ള റിസർവേഷൻ വിഭാഗമാണെങ്കിൽ 40% മാർക്കാണ്. അത് ഏതാണ്ട് കഴിഞ്ഞ തവണ 109 മാർക്കായിരുന്നു. അത് വേണ്ട 100 മാർക്ക് കിട്ടുമ്പോഴും 12,72,000 ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത്. 50 മാർക്ക് മേടിച്ചിട്ടുള്ളെങ്കിൽ 17 ലക്ഷം റാങ്കിനടുത്തും 20 മാർക്ക് മേടിച്ചാൽ ഏതാണ്ട് 19 ലക്ഷം റാങ്കിനടുത്തുമാണ് നമുക്ക് നീറ്റിന് കഴിഞ്ഞ തവണ സ്കോർ ചെയ്തത്. നീറ്റ് 2023 മാർക്കിനനുസരിച്ചുള്ള ഓൾ ഇന്ത്യ റാങ്കിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ത്യയിൽ ആകെയുള്ള 20 എയിംസ് മെഡിക്കൽ കോളേജുകളുടെയും 2 ജിപ്മർ മെഡിക്കൽ കോളേജുകളിലും 350ഓളം ഓൾ ഇന്ത്യ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും അതുപോലെ തന്നെ കേരളത്തിലുള്ള 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, അതുപോലെ BDSൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും വെറ്റിനറിയുടെയും ആയുർവേദത്തിൻ്റെയും ഒക്കെ കോളേജുകൾ, ഓൾ ഇന്ത്യ ലെവലിലുള്ള 52ഓളം ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, AFMC, അങ്ങനെ ESI മെഡിക്കൽ കോളേജുകൾ 11 എണ്ണം. അങ്ങനെ നമ്മുടെ സാധ്യതകൾ അനവധിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ ഈ വർഷം പുതിയതായി ആരംഭിക്കാൻ പോകുന്ന വിവിധ മേഖലകളിലുള്ള 110ഓളം മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകളും. അപ്പോൾ
നീറ്റ് 2024 ഏറ്റവും ശാന്തമായി, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട്, ഏറ്റവും നല്ല സ്കോറിലേക്ക് നിങ്ങൾ എത്താനായി പരിശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ നിൽക്കുന്ന മണ്ണ് വളരെ ഉറച്ചതാണെന്നുള്ളതും അവിടെ നിന്ന് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുമെന്നുള്ളതും തിരിച്ചറിയുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.